ആദ്യത്തെ പാപം. ആദ്യ മനുഷ്യനായ ആദാമും ഭാര്യ ഹവ്വായും നിഷ്കളങ്കരും പാപരഹിതരുമായിരുന്നു. പക്ഷേ അത് അധികകാലം നീണ്ടുനിന്നില്ല. ശരിയും തെറ്റും തിരഞ്ഞെടുക്കാനുള്ള കഴിവ് ദൈവം അവർക്ക് നൽകി. മരണവൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കുന്നത് ദൈവം വിലക്കിയെങ്കിലും, ആദാമിനും ഹവ്വായ്ക്കും ജീവവൃക്ഷത്തിൽ നിന്നോ മരണവൃക്ഷത്തിൽ നിന്നോ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. പെട്ടെന്ന്, സാത്താൻ സംസാരിക്കുന്ന ഒരു സർപ്പത്തിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ദൈവവചനത്തെ ചോദ്യം ചെയ്യാൻ അവൾ നിർദ്ദേശിച്ചുകൊണ്ട് അവൻ ദൈവത്തെ അനുസരിക്കാതിരിക്കാൻ ഹവ്വായെ പ്രലോഭിപ്പിച്ചു. ഹവ്വ അവളുടെ സ്വതന്ത്ര ഇച്ഛാശക്തി പരീക്ഷിച്ചു, നുണ വിശ്വസിച്ചു, വിലക്കപ്പെട്ട വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കാൻ തീരുമാനിച്ചു. ആദാമും ഭക്ഷിച്ചു. ജീവവൃക്ഷത്തിൽ നിന്ന് അവർ ഇനി ഭക്ഷിക്കാതിരിക്കാൻ ദൈവം അവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ഇന്നുവരെ അവരുടെ തിരഞ്ഞെടുപ്പിന്റെയും പ്രവൃത്തികളുടെയും അനന്തരഫലങ്ങളുമായി നാം ജീവിക്കുന്നു. ദൈവം സൃഷ്ടിച്ച ഏതൊരു കാട്ടുമൃഗത്തെക്കാളും കൗശലക്കാരനായിരുന്നു സർപ്പം. അവൻ സ്ത്രീയോട് ചോദിച്ചു, തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൽ നിന്നും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി പറഞ്ഞിട്ടുണ്ടോ? സ്ത്രീ പറഞ്ഞു, തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളിൽ നിന്നും നമുക്ക് ഒരു വൃക്ഷത്തിൽ നിന്നും ഫലം കഴിക്കാം, ഒരു വൃക്ഷത്തിൽ നിന്നൊഴികെ. ദൈവം പറഞ്ഞിരിക്കുന്നു, തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടരുത്. അല്ലെങ്കിൽ നീ മരിക്കും. അപ്പോൾ സർപ്പം സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കയില്ല. നീ അതിൽ നിന്ന് തിന്നുമ്പോൾ നിന്റെ കണ്ണുകൾ തുറക്കപ്പെടുകയും നന്മതിന്മകളെ അറിയുന്നവരായി നിങ്ങൾ ദൈവത്തെപ്പോലെയാകുകയും ചെയ്യുമെന്ന് ദൈവം അറിയുന്നു. ആ ഫലം കണ്ണുകൾക്ക് ഭംഗിയുള്ളതും ഭക്ഷണത്തിന് നല്ലതും തന്നെ ജ്ഞാനിയാക്കാൻ ആഗ്രഹിക്കുന്നതിൽ സന്തോഷകരവുമാണെന്ന് സ്ത്രീ കണ്ടപ്പോൾ, അവൾ വൃക്ഷത്തിന്റെ ഫലം പറിച്ചു തിന്നു. അവൾ അവളോടൊപ്പം തന്റെ ഭർത്താവിനും കൊടുത്തു, അവൻ അത് കഴിച്ചു. അപ്പോൾ ഇരുവരുടെയും കണ്ണുകൾ തുറന്നു, തങ്ങൾ നഗ്നരാണെന്ന് അവർ മനസ്സിലാക്കി. അങ്ങനെ അവർ അത്തിയിലകൾ തുന്നിച്ചേർത്ത് തങ്ങൾക്കു മേലങ്കികൾ ഉണ്ടാക്കി. സന്ധ്യയുടെ തണുപ്പിൽ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ശബ്ദം അവർ കേട്ടു. ദൈവസന്നിധിയിൽ നിന്ന് അവർ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെയാണ്? ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ നിന്നെ തോട്ടത്തിൽ കേട്ടു, ഞാൻ നഗ്നനായിരുന്നതിനാൽ ഞാൻ ഭയപ്പെട്ടു.